ഞാൻ വാപ്പൻ്റെ അബ്ദുറഹ്മാൻഖാൻ്റെ മൂന്നാമത്തെ മോനാണ്. എൻ്റെ പേര് മുഹമ്മദ് അലി. മൂത്തത് ആലിക്കുഞ്ഞി, രണ്ടാമത്തെ സുലൈമാൻ, മൂന്നാമത്തെ ഞാൻ മുഹമ്മദ് അലി. എൻ്റെ അഞ്ചൻ അബ്ദുള്ള ഉണ്ട്, അവൻ ഗൾഫിലാണ്. പിന്നെ ഞങ്ങൾ 4 ആമക്കളാണ്, പെൺകുട്ടികളില്ല. അത്ര തന്നെ ഉള്ളത്. വാപ്പ പിന്നെ ഫുള്ള് കൃഷിയാണ്. ഞാനിവിടെ ചെറിയ ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വാപ്പ പിന്നെ ഫുള്ള് കൃഷിയാണ്. ഇപ്പോഴും വയലിൽ തന്നെയാണ്. ഇന്ന് രാവിലെയും വയലിൽ പോയി വന്നതാണ്. അപ്പോൾ അവിടെ വായുണ്ട്, പൂളുണ്ട്, അടക്കുണ്ട്, കായങ്ങുണ്ടെന്ന് പറഞ്ഞ് പോവും. സുഖമില്ല, അങ്ങനെ കാണുന്നുള്ളത്. ഏതായാലും പഠിച്ചോൻ ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ മുമ്പേ വയനാട്ടിൽ പോയിനി. അതപ്പം അറിയാൻ പറയുന്നത്. ഞാൻ വയനാട്ടിൽ പോയപ്പോൾ ഞാൻ ചെറുപ്പത്തിലാണ് വയനാട്ടിൽ പോയത്. വയനാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ കണ്ടിയിൽ ഒരു 10-12 ആനനെ കൊണ്ട് കെട്ടീനി. ആനനെ കൊണ്ട് കെട്ടി ഞാൻ അറിയില്ല. ഞാൻ മുകളിൽ മൂത്താപ്പൻ്റെ അടുത്താണ് കൂടൽ. ആടെ കൂടുമ്പോൾ മൂത്താപ്പ ചോദിച്ചാൽ ഈ കുളിച്ചീനുണ്ടോന്ന്. ഞാൻ കുളിച്ചില്ല അറിഞ്ഞ്. അത് ഞാനൊരു പരുക്കമുണ്ട് എടുത്തിട്ട് മേറും മൂന്തിയരാ. ഞാൻ ഈരങ്ങനെ മണ്ടി പോയിട്ട് ആനപ്പുറത്താണ് കയറിയത്. ആന കിടക്കുകയിനി. ആന കിടക്കുമ്പോൾ അപ്പോൾ താറ്റ് മൂത്താപ്പ താറ്റ് ഉണ്ട്, പുറണ്ടാക്കി കൂടി ആടെ കൂടുന്നുണ്ട്. അപ്പം മൂത്താപ്പ ചെറിയ വിളക്ക് കത്തിച്ചിക്കാനായിട്ട് എന്തേത്താടോ എന്ന് ചെല്ലിക്കാനായിട്ട് റേപ്പത്തേക്ക് വണ്ടി നിൽക്കണ്. അപ്പോൾ ഞാൻ മൂത്താപ്പൻ്റെ അടുത്ത് എത്തിക്കണ്. അപ്പോൾ എന്തേത്താടോ എന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഇവിടെ ഇല്ലേനി, ഞാൻ പുതുപ്പാടി പോയതേനി. പുതുപ്പാടി കാണാൻ വേണ്ടിയിട്ട് എന്നെ കാടൻ കുഞ്ഞാൻ വേണ്ടിയൊക്കെ കൊണ്ടുപോയതേനി. അങ്ങനെ കാണാണ്ട് അയാളപ്പുറം പോയതേ ഞാൻ. അപ്പോൾ മോന്തിയേറെ മൂത്താപ്പ ഈ കുളിച്ചീനോടോ എന്ന് ചോദിച്ചു. ഞാൻ കുളിച്ചില്ല. അങ്ങനെ ഞാൻ അങ്ങ് വാപ്പൻ്റെ അടുത്തേക്ക് പോയില്ല. വാപ്പൻ്റെ അടുത്ത് തല്ലിട്ടു. അപ്പോൾ തല്ലിട്ടിട്ട് പേടിച്ചിട്ട് മൂത്താപ്പൻ്റെ അടുത്ത് കയറിയതാ. അങ്ങനെ സംഭവിച്ചതൊക്കെ അതാണ്. ഇവരിത് ആന ഒരു പേരിൻ്റെ പക്ഷെ കെട്ടിയിട്ടതാ. 12 ആനനെ കെട്ടിയിട്ടേക്കാണ്. ഈ ആന കിടക്കുകയിനി. ഈ ആനപ്പുറത്ത് ഞാനവിടെ കയറിപ്പോയി. ആന ആടി ചീറിയിട്ട് അന്ന് കുളിക്കുന്ന കുണ്ട് താറ്റാ. അവ കുളിക്കാൻ പോയതാ. അങ്ങനെയാണ് ഈ ആനപ്പുറത്ത് കയറിപ്പോയത്. ഒരു 12 ആനനെ കൊണ്ട് കെട്ടീന് ഇവിടെ. ഇതാ ഞാൻ അറിയില്ല ഈ ആനക്കോടെ കൊണ്ട് കെട്ടിയത്. ഞാൻ മോന്തിയേരാ വന്നത്. അപ്പോൾ തല്ല് കിട്ടുന്നത് പേടിച്ചിട്ട് എണീച്ച് മണ്ടി വിട്ടാ ഞാൻ.